ഇന്ന് ആറ്റുകാൽ പൊങ്കാല വ്ളോഗ്. അങ്ങനെ ഞാനും പോയി ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലിന്റെ തലേ ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങളും പാക്ക് ചെയ്ത് ഞാനും ചേച്ചി ഇറങ്ങി. പൊങ്കാല പ്രമാണിച്ച് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു സ്റ്റേ. പൊങ്കാലിന്റെ തലേ ദിവസമായിട്ടും റോഡ് ഫുൾ തിരക്കായിരുന്നു. 2-3 ദിവസം മുന്നേ ഞാൻ ഇതിലെ ബസ്സിൽ പോയപ്പോഴും അടുപ്പൊക്കെ എല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ പൊങ്കാല ഇടണമെങ്കിൽ ഒരാഴ്ച മുന്നേ വന്നാലേ നടക്കുള്ളൂ. വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനം കൊണ്ടുവന്നോളായിരുന്നു. കലമൊക്കെ ഇവിടെ വന്നിട്ടാണ് വാങ്ങിയത്. ഞാനും ചേച്ചിയും പൊങ്കാല ഇടുന്നോണ്ട് 2 കലം വാങ്ങി. കലമൊക്കെ വാങ്ങി വീടെത്തിയപ്പോഴാണ് കലം ചെറുതായി പോയെന്നുള്ള സത്യം പറഞ്ഞത്. അങ്ങനെ എന്റെ കലം മാത്രം പോയി മാറ്റി വാങ്ങിക്കൊണ്ട് വന്നു. കലം മാറ്റി തന്നതിന്റെ സന്തോഷത്തിൽ കണ്ണുണ്ടാകുന്നു നോക്കിയില്ല ഗൈസ്. വീട്ടിൽ ചെന്ന് വെള്ളം ഒഴിച്ചപ്പോ ചോരുന്നു. പിന്നെ മാറ്റി കൊടുക്കാനൊന്നും നിന്നില്ല. അതിൽ തന്നെ ഇടാന്ന് വിചാരിച്ചു. രാത്രി എവിടെയൊക്കെ കറങ്ങി രാവിലെ 6 മണിയായപ്പോഴത്തേക്ക് റെഡി ആയിട്ട് പൊങ്കാല സ്ഥലത്തേക്ക് പോകും. നമുക്ക് ഇടാനുള്ള സ്ഥലം മുന്നേ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. ഞാൻ ആകെ ഇതുവരെ പൊങ്കാല ഇട്ടിട്ടുള്ളത് മാറ്റുകാലും. ബാക്കി ഇവിടെ അടുത്തൊക്കെ ഉള്ള അമ്പലത്തിൽ അമ്മയാണ് കൂടുതലും പോയി. ഇന്ന് നമ്മൾ രണ്ടുപേരും വന്നോണ്ട് 2 കലത്തിലും ഇടാന്ന്. ഞാൻ ശർക്കര പൊങ്കാല, ചേച്ചി വെള്ള പൊങ്കാല അങ്ങനെ ഇട്ടത്. പിന്നെ വയനയിൽ എപ്പോഴും പുറ്റു ഉണ്ടാക്കുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാലെന്ന് കേൾക്കുമ്പോഴേ ഏറ്റവും ഇഷ്ടം ഇതാണ്. നമുക്ക് പൊങ്കാല ഇടാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ അടുത്തുള്ളവരൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത് കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ. വീട്ടിലുണ്ടാക്കി കഴിക്കാമെങ്കിൽ ഇത് പക്ഷേ പ്രത്യേക ഒരു ഇതാണ്. പുറ്റുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഉരുള ഉരുട്ടി 2 കണ്ണും 1 മൂക്കും ഇങ്ങനെ സെറ്റ് ചെയ്യണം. ആ സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴാണ് ഞാൻ അത് കേൾക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് തീ കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ 9:30 ആയപ്പോഴത്തേക്കും തീ കത്തിച്ചു. അപ്പോഴും എന്റെ അടുപ്പ് ചോർച്ച ഉണ്ടായിരുന്നു കൈ. അതുകൊണ്ട് അടുപ്പ് കത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ സെറ്റ് ആക്കി. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള വേറൊരു പ്രത്യേകത എല്ലാ സ്ഥലത്തും തിന്നാൻ കാണും. അങ്ങനെ നമ്മൾ നിന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ചോറുണ്ടായിരുന്നു. ചോറൊക്കെ കഴിച്ച് 2:15 ആയപ്പോഴത്തേക്ക് നിവേദ്യവും കഴിഞ്ഞു. പിന്നെ ഒരു ഓട്ടോ ആണ് അവിടെ എല്ലാം. പക്ഷെ ഇത്തവണ നമ്മൾ ഓടി ബസ്സിലാണ് പോണത്. അതുകൊണ്ട് എല്ലാരും പോയിട്ട് പയ്യെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ പോവാല്ലോ. അങ്ങനെ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞിറങ്ങി. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയായിരുന്നു ഗൈസ്. നാട്ടുകാർ മൊത്തം വിചാരിച്ചു. റോഡ് ഫുൾ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു. ബസ് സ്റ്റാൻഡ് എത്തിയപ്പോഴത്തേക്കും അവിടെയാണ് പൊങ്കാല നടന്നേന്ന് തോന്നുന്നു. അത്രയ്ക്ക് ആള്. അങ്ങനെ നമ്മൾ അവസാനം എങ്ങനെയൊക്കെയോ വീട്ടിൽ പോയി. പുതിയ പാത്രം കിട്ടിയപ്പോ അമ്മയും ഹാപ്പി. അപ്പൊ ഓക്കെ.